നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെതിരെയുള്ള നടപടി ഓപ്പറേഷൻ സിന്ദൂറിൽ മാത്രം ഒതുക്കുകയല്ല കേന്ദ്ര സർക്കാർ. ലോകവേദികളിലൊക്കെ തന്നെ തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് ഇന്ത്യ നടപടി തുടങ്ങിയിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു പ്രതിനിധി സംഘത്തെ അയക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ശശി തരൂർ ഉൾപ്പെട്ടതോടുകൂടി, അതായത് ശശി തരൂരിന്റെ പേര് മോദി എടുത്തു പറയുകയായിരുന്നു. ഇതോടുകൂടി കോൺഗ്രസുകാർക്ക് വലിയ വേവലാതിയാണ്. അല്ലെങ്കിൽ തന്നെ ഇടയ്ക്കിടെ മോദിയെയും പിണറായി വിജയനെയും പൊക്കിപ്പറയുന്ന ശശി തരൂരിനെ കോൺഗ്രസിലെ പലർക്കും കണ്ടുകൂടാ. ഓപ്പറേഷൻ സിന്ദൂറിലും കേന്ദ്ര സർക്കാരിനെയും മോദിയെയും പുകഴ്ത്തിക്കൊണ്ടായിരുന്നു ശശി തരൂരിന്റെ സംസാരവും. ഇതും കോൺഗ്രസിനെ വെട്ടിലാക്കിയിരുന്നു. ഇപ്പോൾ ശശി തരൂരിനെതിരെ വലിയൊരു കൂട്ടം കോൺഗ്രസിൽ തലപൊക്കിയിരിക്കുകയാണ്. ശശി തരൂരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പരാതികളും ഒക്കെ ഉയർത്തുകയാണ് പല നേതാക്കളും. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ കണ്ണിൽ കരടായ ശശി തരൂരിനെ വിമർശിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ശശി തരൂർ സാമാന്യ മര്യാദ കാണിക്കണമായിരുന്നു എന്നാണ് PJ കുര്യൻ പറഞ്ഞിരിക്കുന്നത്. എത്ര വലിയ വിശ്വപൗരനാണെങ്കിലും MP ആക്കിയത് കോൺഗ്രസ് ആണെന്ന് മറക്കരുത്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കണമായിരുന്നു. മോദിയുടെ തെറ്റുകളും തുറന്നു പറയാൻ തരൂർ തയ്യാറാകണം. തരൂർ BJPയിലേക്ക് പോകുമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല. വിദേശയാത്രയ്ക്കുള്ള പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടാൻ തരൂർ പാർട്ടിയോട് അനുവാദം ചോദിക്കണമായിരുന്നു. പാർട്ടിയോട് ചോദിക്കാതെ കേന്ദ്ര സർക്കാർ ക്ഷണം സ്വീകരിച്ചത് തെറ്റ്. കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം വിവാദങ്ങൾ ഒഴിവാക്കണമായിരുന്നുവെന്നും PJ കുര്യൻ വ്യക്തമാക്കി. ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാട് വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘത്തിലേക്കുള്ള കേന്ദ്ര സർക്കാർ ക്ഷണം പാർട്ടിയോട് ആലോചിക്കാതെ സ്വീകരിച്ച ശശി തരൂരിനെ വിമർശിച്ച് KPCC അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ശശി തരൂർ പാർട്ടിയെ ചവിട്ടി മെതിക്കരുതെന്നും പാർട്ടിക്ക് വിധേയനായിരിക്കണമെന്നും തിരുവഞ്ചൂർ ഓർമ്മപ്പെടുത്തി. അന്തർദേശീയ രംഗത്ത് ഏത് തലം വരെ വേണമെങ്കിലും അദ്ദേഹത്തിന് പോകാം. അതിന് പാർട്ടിയുടെ അംഗീകാരവും അനുമതിയും വാങ്ങണം. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗമെന്ന നിലയിൽ അദ്ദേഹം പ്രാഥമിക ഉത്തരവാദിത്വം നിറവേറ്റിയേ മതിയാകൂ. എല്ലാ കാര്യങ്ങളും പാർട്ടിയെ അറിയിക്കണം. പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നും തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗമെന്ന നിലയിൽ തരൂർ എല്ലാ കാര്യങ്ങളും പാർട്ടിയെ അറിയിക്കണം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആക്രമിക്കപ്പെടുന്നു. KC വേണുഗോപാൽ ചുമതലകളിൽ നേട്ടം കൊയ്യുമ്പോൾ മൗനം പാലിക്കുന്നു. ചെറിയ പാളിച്ചകൾ വരുമ്പോൾ KCയെ വിമർശിക്കുന്നു. KC ദേശീയ തലത്തിലെ കേരളത്തിന്റെ മുഖമാണ്. മലയാളികളുടെ അന്തസ്സാണ് KC വേണുഗോപാൽ എന്നും തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടി. AICC ജനറൽ സെക്രട്ടറിയുടെ ചുമതലകൾ മാത്രമാണ് KC നിർവഹിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അമിത ഇടപെടലൊന്നും നടത്തുന്നില്ല. KC സംഘടനാ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം കേരളത്തിലെ പാർട്ടിയിൽ തർക്കങ്ങൾ കുറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിൽ യോജിപ്പുണ്ടായത് KC ജനറൽ സെക്രട്ടറി ആയതിനു ശേഷമാണെന്നും തിരുവഞ്ചൂർ കൂട്ടിച്ചേർത്തു. സർവകക്ഷി സംഘത്തെ നയിക്കാൻ സന്നദ്ധത അറിയിച്ച ശശി തരൂർ MPയുടെ നിലപാടിനെ അഭിനന്ദിച്ച് KPCCയിലെ പ്രമുഖർ രംഗത്ത് വന്നിരുന്നു. AICC അംഗീകരിച്ച് കേന്ദ്രത്തിന് കൈമാറിയ പട്ടികയിലുള്ളവരെ വെട്ടിയാണ് കേന്ദ്ര സർക്കാർ ശശി തരൂറിനെ BJP സർക്കാർ സർവകക്ഷി സംഘത്തിന്റെ തലവനാക്കിയത്. അതിനാൽ ജയറാം രമേശ് ഉൾപ്പെടെയുള്ള AICC വക്താക്കൾ തരൂരിന്റെ തീരുമാനത്തെ വിമർശിക്കുകയുണ്ടായി. ഇതിനിടെയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി KPCC വക്താക്കൾ പ്രസ്താവന ഇറക്കിയത്. സംഗതി പാളിയെന്ന് മനസ്സിലായതോടെ ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ദേശീയ പ്രശ്നമാണെന്നും പറഞ്ഞ് നേതാക്കൾ തടിതപ്പി. അഭിമാനത്തോടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ക്ഷണത്തെ കാണുന്നതെന്ന് ശശി തരൂരും തിരുവനന്തപുരത്ത് പ്രതികരിച്ചിരുന്നു. ഇതിനിടെയാണ് KPCCയിൽ നിന്നും തരൂരിനെതിരെ വിമർശനവുമായി തിരുവഞ്ചൂരും എത്തിയത്. കോൺഗ്രസിൽ ഗാന്ധി കുടുംബത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമായി നിലകൊണ്ടതോടെയാണ് തരൂർ പലർക്കും അനഭിമിതനായത്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരരംഗത്തിറങ്ങിയപ്പോൾ മുതൽ രാഹുൽ ഗാന്ധിയുടെ കണ്ണിലെ കരടുമാണ് തരൂർ. അന്നു തുടങ്ങിയ അസ്വാരസ്യങ്ങളുടെ തുടർച്ചയാണ് തരൂർ പരസ്യമായി സ്വന്തം നിലപാട് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. തന്റെ സ്വന്തം മേഖലയായ വിദേശകാര്യത്തിൽ പോലും ഇടപെടാൻ അനുവദിക്കാതെ മാറ്റി നിർത്താൻ ശ്രമിച്ച കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിനെതിരായ അമർഷമാണ് തരൂർ ഇതുവരെ പ്രകടിപ്പിച്ചത്. മറിച്ചൊരു കാര്യം അദ്ദേഹം ചിന്തിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്നവർ പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് തരൂരിനെ മനഃപൂർവ്വം വിവാദത്തിൽ ചാടിക്കുകയാണുണ്ടായത്. വിദേശ പര്യടനത്തിനുള്ള പ്രതിനിധി സംഘത്തിന്റെ നേതാവായി തരൂരിനെ നിയോഗിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം മനസ്സിലാക്കി അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു.
വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷനായിട്ടും എന്തുകൊണ്ടാണ് തരൂരിനെ തടഞ്ഞതെന്ന് വ്യക്തമാക്കണമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. ഹൈക്കമാൻഡിലെ ഒരു വിഭാഗമാണ് തരൂരിനെ തഴയുന്നതിൽ ഗവേഷണം നടത്തുന്നതെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ വ്യക്തമാക്കുന്നത്. അതേസമയം ശശി തരൂരിനെ പാർട്ടി ലൈനിൽ ചേർത്ത് നിർത്താൻ ദേശീയ നേതൃത്വത്തിന്റെ കർശന ഇടപെടൽ വേണമെന്ന നിലപാടാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. പാർട്ടിയെ തുടർച്ചയായി പ്രതിസന്ധിയിലാക്കുന്ന നടപടികൾ അവസാനിപ്പിക്കാൻ തരൂരും അദ്ദേഹത്തെ ഒപ്പം നിർത്താൻ ഹൈക്കമാൻഡും തയ്യാറാകണമെന്നാണ് സംസ്ഥാന നേതാക്കളുടെ നിലപാട്. പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ തരൂർ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായതിനാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരസ്യ പ്രതികരണങ്ങൾ വേണ്ടെന്നാണ് KPCCയുടെ തീരുമാനം. എന്നാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ എതിരാളികളെ സഹായിക്കും വിധമുള്ള പരാമർശങ്ങൾ തരൂർ അവസാനിപ്പിക്കണമെന്ന് നേതാക്കളെല്ലാം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നു. തെരഞ്ഞെടുപ്പുകളെ നേരിടാനുള്ള നേതാക്കളുടെ ടീമിൽ തരൂരും വേണമെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. നിലവിലെ സാഹചര്യത്തിൽ തരൂരിനെ പിണക്കിയാൽ അത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാക്കും. ആ ബോധ്യത്തിലാണ് തരൂരിനെ ഒപ്പം നിർത്താൻ സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരൂരിനെ കോൺഗ്രസിന്റെ മുഖമായി ഉയർത്തിക്കാട്ടണമെന്ന നിലയിൽ മുൻപ് പാർട്ടിയിൽ ചിലർ നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ കെട്ടടങ്ങിയ മട്ടാണ്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തരൂരിനെ അനാവശ്യമായി ക്രൂശിക്കുകയാണെന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നു. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നിലപാടുകൾ തുറന്നുകാട്ടാൻ കേന്ദ്രം രൂപം കൊടുത്ത സമിതിയിൽ അംഗമാക്കിയതിനെ സ്വാഗതം ചെയ്തതിൽ എന്താണ് തെറ്റെന്നും രാഷ്ട്രീയം കലർത്തി വിവാദമാക്കരുതെന്നും അവർ പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ശശി തരൂർ സ്വീകരിച്ച നിലപാട് പല കോൺഗ്രസ് നേതാക്കളിലും അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ശശി തരൂർ സ്വീകരിച്ച നിലപാട് പല കോൺഗ്രസ് നേതാക്കളിലും അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. കേരളത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ശശി തരൂരിന് മറ്റേത് കോൺഗ്രസ് നേതാക്കളെക്കാളും ജനപ്രീതിയുണ്ട്. അത് രാഷ്ട്രീയ പ്രായഭേദമന്യേ ഉണ്ടെന്നത് കോൺഗ്രസിനും ശശി തരൂരിനും വ്യക്തമായി അറിയാം. തരൂരിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനതീതമായ പിന്തുണയും എതിർപ്പും ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ വിഷയം കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോകുമോ എന്ന ആശങ്കയിലാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.